വെൽക്കം ബാക്ക് ടു Xylem Learning. It's me മുഫീദ. മക്കളെ, നമ്മൾ കുറെ കാലത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ്. എക്സാം ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ച് പറഞ്ഞു. അപ്പൊ ഒരുപാട് സന്തോഷം കണ്ടതിൽ. അത് മാത്രമല്ല, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് പറയണം നിങ്ങളുടെ ഫിസിക്സിന്റെ മാർക്ക് എത്രയാണെന്നുള്ളത്. കണ്ടിട്ടൊന്ന് ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോട് കൂടി തന്നെ ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. ഈ വർഷം ഫുള്ള് സമാധാനവും സന്തോഷം മാത്രം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലെ. അങ്ങനെ ഒരു വർഷം കിട്ടട്ടെ അല്ലെ, കിട്ടിയാലോ അല്ലെ, ഒരു സങ്കടം ഒന്നും ഇല്ലാത്ത. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാം കഴിഞ്ഞു, വെക്കേഷനായി. നമ്മൾ ചിലപ്പോൾ ബുക്കൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാവരും ബുക്ക് ഇങ്ങോട്ട് പൊടി തട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വാ. നമ്മൾ ഇനി ഫിസിക്സിൽ പുതിയ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ശബ്ദം. വളരെ ഈസി ആയിട്ട്, അതായത് ഫിസിക്സ് എന്ന് പറയുമ്പം നമ്മൾ ആഗ്രഹിക്കും അല്ലെ, ഒരു നല്ലൊരു അടിപൊളി നമുക്കൊന്ന് പഠിക്കാൻ, ആസ്വദിച്ച് പഠിക്കാൻ ഒരു ചാപ്റ്റർ കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഭയങ്കര രസമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ്, എല്ലാം നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് സൗണ്ട്, എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാകുന്നത്, സൗണ്ട് എങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കൊച്ചു 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 കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പം നോക്കിയോ, അത് അവിടെ രണ്ടുപേര് ഇരിക്കുന്നുണ്ട് അല്ലെ. ഇവരെന്തൊക്കെയോ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ദാ ഈ കുട്ടി അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലെ സൗണ്ട് എന്ന് പറയുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയോ, നമുക്ക് കേൾക്കാൻ പറ്റുന്നതും അല്ലെ സംസാരിക്കാൻ കഴിയുന്നതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഇതില്ലാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കാണുമ്പോഴാണ് അല്ലെ നമ്മളെ ആലോചിക്കുക നമ്മൾ എത്ര ഭാഗ്യവാന്മാരെന്നുള്ളത്. അപ്പം ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാണ്, അങ്ങനെ ആരെങ്കിലും നമുക്ക് ചുറ്റിലും ഉണ്ടെങ്കിൽ, നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവരോട് ഒരു കരുതൽ വേണം. കാരണം അല്ലെ നമുക്കറിയാം അവർക്ക് എന്താണ് ഇല്ലാത്തത് എന്നുള്ളത് നമുക്കറിയാം, നമുക്കുള്ളതാണ് അവർക്ക് ഇല്ലാത്തത്. അപ്പൊ എന്ത് ചെയ്യണം, എപ്പോഴും അവരോട് ഒരു കരുതൽ വേണം. ഒരിക്കലും അവരെ കളിയാക്കുകയോ അല്ലെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എപ്പോഴും ഒരു സഹായമായിട്ട് നിങ്ങൾ കൂടെ വേണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടേക്ക് വരൂ. ഇവിടെ എന്താ പറയുന്നത് നോക്കിയോ, അതാ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ. പറയാ മീൻസ് ഇയാൾ അതിന്റെ സോഴ്സ് ഓഫ് സൗണ്ട് അല്ലെ, സോഴ്സ് ആണ് അല്ലെ, നമ്മുടെ ശബ്ദ സ്രോതസ്സാണ് ഇയാൾ എന്ന് പറഞ്ഞാല്. ഇനി ഇയാൾ പറഞ്ഞാൽ മാത്രം മതിയോ, ഇയാൾ കേൾക്കും കൂടി വേണ്ടേ. അപ്പൊ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇയാളോട് ഇരുന്നാൽ മാത്രം മതിയോ, പോരാ. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെവി കൂടെ വേണം അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ സോഴ്സ് ഓഫ് സൗണ്ട്, സോഴ്സ് ഓഫ് സൗണ്ട് നമ്മൾ പറയാം ശബ്ദ സ്രോതസ് എന്ന് പറയും മലയാളത്തില്. അപ്പൊ ഇതിനെന്ത് വേണം, ആ ചെവി വേണം അല്ലെ. ഹിയറിംഗ് ഓർഗാൻ, കേൾക്കുന്ന അല്ലെ, കേൾവിക്ക് വേണ്ട ഒരു അവയവം കൂടെ എന്ത് വേണം, ദാ ഇവിടെ വേണം, ചെവി വേണം അല്ലെ. ഇനി നമുക്ക് ശബ്ദ സ്രോതസ് ഉണ്ട് അല്ലെ, പറയാൻ ഒരാളുണ്ട്, കേൾക്കാൻ ഒരു ചെവിയുണ്ട്. ഇത് മാത്രം മതിയോ, പോരാ. എന്ത് വേണം, ഇയാള് പറയുന്ന സൗണ്ടിനെ ദാ ഇവിടേക്ക് ഇയാളുടെ ചെവിയിലേക്ക് എത്തിക്കാൻ അവർക്കിടയിൽ ഒരു മീഡിയം മാധ്യമം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്ന സൗണ്ട് മറ്റേ ആൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്പേസ് അല്ലെ, നമ്മുടെ ബഹിരാകാശത്ത് ഒരാൾ പറയുന്നത്, അവൾക്ക് ഡയറക്റ്റ് സംസാരിക്കില്ല, അല്ലെ വോക്കി ടോക്കി പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. എന്തിനാ നേരിട്ട് കാണുന്ന ആൾക്കാര് അങ്ങനെ അങ്ങോട്ട് ഇടങ്ങാറായി സംസാരിക്കുന്നത്? എന്താ കാര്യം, അവിടെ മീഡിയം മാധ്യമം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരാൾ പറഞ്ഞത് മറ്റേ ആള് കേൾക്കൂല. അപ്പൊ കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവർക്കിടയിൽ ഒരു മാധ്യമം, മീഡിയം വേണം. ഏതുപോലെ എന്ന് കണ്ടോളൂ. നമ്മളിപ്പോ റെസ്റ്റോറന്റ് നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാണ്. നമ്മളുടെ വീടാണ് ഹോം സ്വീറ്റ് ഹോം എന്നാണ്, ഇതൊരു ഹോട്ടലാണ്. ഹോട്ടലിൽ നിന്ന് ഫുഡ് വരും അല്ലെ, ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാണ്. ഓർഡർ ചെയ്ത് വീട്ടിലിരുന്നാൽ മാത്രം മതിയോ, പറ്റില്ല അല്ലെ, പൈസ കൊടുക്കണം. പൈസയൊക്കെ കൊടുത്തത് മാത്രം മതിയോ, പോരാ. ഒരാൾ എന്ത് ചെയ്യണം, വീട്ടിലോട്ട് നമ്മൾക്ക് കൊണ്ടുവരുന്ന ആളാരാണ്, നമ്മുടെ ഡെലിവറി ഏജന്റ് ആണ് അല്ലെ. അതുപോലെയാണ് ഇതാണ് നമ്മുടെ സോഴ്സ് ഓഫ് സൗണ്ട്. ഇത് നമ്മുടെ ഇയർ, ചെവിയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന അല്ലെ ഫുഡ് കൊണ്ടുവരുന്നത് പോലെ ഇവിടെ ഉണ്ടാകുന്ന സൗണ്ടിനെ എന്ത് ചെയ്യണം, ഇവിടെയുള്ള മീഡിയം എവിടെ എത്തിക്കണം, നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കണം. അപ്പൊ ആ കാര്യം കൂടെ മനസ്സിലാക്കുക. 3 കാര്യങ്ങളാണ് സൗണ്ടിന് വേണ്ടത്. എന്തൊക്കെയാണ്, സോഴ്സ് ഓഫ് സൗണ്ട് ആൻഡ് മീഡിയം, ഹിയറിംഗ് ഓർഗാൻ, ശബ്ദ സ്രോതസ് വേണം, അവർക്കിടയിൽ ഒരു മാധ്യമം വേണം, അതുപോലെ തന്നെ ചെവി അല്ലെ, ചെവി എന്ന ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെവിയും കൂടെ വേണം. അപ്പം വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ചാപ്റ്റർ ഇങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാവുന്ന ഒരു ചാപ്റ്റർ ആണ്. വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മുടെ യോദ്ധ ബാച്ചിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു
അടിപൊളി ഓഫർ ഉണ്ട്. യോധ ബാച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ 8ാം ക്ലാസ്സിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് നമ്മുടെ യോധ ബാച്ച്. അതിന്റെ പ്രൈസ് 1099 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും, ഫിസിക്സ് മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെയും ചാപ്റ്റർ വൈസ് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. നമ്മളെ ലൈവ് ക്ലാസ്സസിന്റെ കൂടെ തന്നെ നിങ്ങൾക്കറിയാം, ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ വേണമെങ്കിൽ ചോദിക്കാം. ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം ഇനി വരാനിരിക്കുന്ന എക്സാമുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആനുവൽ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 9th പോകാൻ പോവാണ് അല്ലെ. പണ്ടൊക്കെ ഓൾ പാസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ സീനാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചേ പറ്റൂ അല്ലെ. പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറി പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഓഫർ ഉണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.